ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ത്വലാഖിലെ 7 ആയത്തായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ബാക്കി മുഴുവനാക്കാം. അപ്പോൾ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 8-ാമത്തെ ആയത്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് അതൊന്ന് ഓതിത്തരാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأين من قرية عتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. وكأين എത്രയാണ് മിൻ ഖറിയത്തിൻ രാജ്യമായിട്ട്, രാജ്യത്തിൽ നിന്ന്, അതത് അത് ധിക്കരിച്ചു, ആ രാജ്യത്തിൽ അതിര് കടന്നു, അൻ അംരി റബ്ബിഹ അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പന വിട്ടുകൊണ്ട്, വറുസുലിഹി അവൻ്റെ റസൂലിൻ്റെയും, ഫഹാസബ്നാഹ അതിനാൽ നാം അതിനെ വിചാരണ നടത്തി, ഹിസാബൻ ഒരു വിചാരണ, ഷദീദ കഠിനമായ വിചാരണ, വഅദ്ദബ്നാഹ അതിനെ നാം ശിക്ഷിക്കുകയും ചെയ്തു, അദാബൻ നുക്റ വെറുക്കപ്പെട്ട ഒരു ശിക്ഷ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എത്രയോ രാജ്യം അതിൻ്റെ റബ്ബിൻ്റെയും അവൻ്റെ റസൂലുകളുടെയും കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു. അതിനാൽ നാം അവയെ കഠിനമായ കണക്ക് വിചാരണ നടത്തുകയും നികൃഷ്ടമായ ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്തു. 9-ാമത്തെ ആയത്ത്. فذاقت وبال أمرها وكان عاقبة أمرها خسرا. ഫദാഖത്ത് അങ്ങനെ അത് രുചിച്ചു നോക്കി, വബാല ദുഷ്ഫലം ഭവിഷ്യത്ത് അല്ലെങ്കിൽ നാശം, അംരിഹ അതിൻ്റെ കാര്യത്തിൻ്റെ, വകാന ആയിരുന്നു, ആഖിബതു അംരിഹ അതിൻ്റെ കാര്യത്തിൻ്റെ അവസാനം കലാശം, ഖുസ്റ നഷ്ടമായിരുന്നു. അങ്ങനെ അവയുടെ കാര്യത്തിൻ്റെ ദുഷ്ഫലം അവ ആസ്വദിച്ചു, അവയുടെ കാര്യത്തിൻ്റെ പര്യവസാനം നഷ്ടം തന്നെയായിരുന്നു എന്നുള്ളതാണ് 9-ാമത്തെ ആയത്ത്. ഇനി 10-ാമത്തെ ആയത്ത്. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. അഅദ്ദല്ലാഹു അള്ളാഹു ഒരുക്കിയിരിക്കുന്നു, ലഹും അവർക്ക്, അദാബൻ ഷദീദ കഠിന ശിക്ഷ, ഫത്തഖുല്ലാഹ് ആകയാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും, യാ ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ, അല്ലദീന ആമനു വിശ്വസിച്ചവരായ, അൻസലല്ലാഹ് അള്ളാഹു ഇറക്കിയത്, ഖദ് അൻസലല്ലാഹ് തീർച്ചയായും അള്ളാഹു ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും നിങ്ങൾക്ക്, ദിക്റ ഒരു ഉത്ബോധനം, സ്മരണ അല്ലെങ്കിൽ ഒരു ഉപദേശം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവർക്ക്, ആ രാജ്യക്കാർക്ക് അള്ളാഹു കഠിനമായ ഒരു ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും, ബുദ്ധിമാന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ വിശ്വസിച്ചവരെ, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു ഒരു ഉത്ബോധനം ഇറക്കി തന്നിരിക്കുന്നു. ഇനി 11-ാമത്തെ ആയത്ത്. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا.
റസൂലൻ, അതായത് ഒരു റസൂൽ, യത്ലു അലൈക്കും, നിങ്ങൾക്ക് ഓതിത്തരുന്ന, പാരായണം ചെയ്തു തരുന്ന ഒരു റസൂൽ, ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, മുബയ്യിനാത്തിൻ, വ്യക്തമാക്കി വിവരിക്കുന്നതായിട്ട്, ലിയുഖ്ദിജ, വെളിക്ക് വരുത്തുവാൻ, അതായത് പുറപ്പെടുവിക്കുവാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വാമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, മിനദ്ദുലുമാറ്റി, അവരെന്ത്, ഇരുട്ടിൽ നിന്നും, ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. വമൻ യുഅ്മിൻ, ആരാണോ വിശ്വസിക്കുന്നത്, ബില്ലാഹി, അല്ലാഹുവിൽ, വയഅമൽ സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, യുദ്ഖിൽഹു, അവനെ അല്ലാഹു പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ, പല സ്വർഗങ്ങളിൽ അല്ലാഹു പ്രവേശിപ്പിക്കും, തജ്രീ മിൻ തഹ്തിഹ, അതിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന, നടക്കുന്ന എന്തുണ്ട്, അൽ അൻഹാർ, അരുവികളുണ്ട്, ഖാലിദീന ഫീഹ, അതില് നിത്യവാസികളായിക്കൊണ്ട്, അബദ, എന്നെന്നും, എല്ലാ കാലവും നിത്യവാസികളായിക്കൊണ്ട് അവർക്ക് ജീവിക്കുകയും ചെയ്യുക. ഖദ് അഹ്സന അല്ലാഹു, അല്ലാഹു തീർച്ചയായും നന്നാക്കി വെച്ചിട്ടുണ്ട്, ലഹു, അങ്ങനെയുള്ളവന്, റിസ്ഖ, എന്താണ് അള്ളാഹു സെറ്റാക്കി വെച്ചിട്ടുള്ളത്, റിസ്ഖ, ആഹാരം, ഉപജീവന മാർഗം അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ വ്യക്തമായി വിവരിക്കുന്നതായും കൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ അദ്ദേഹം നിങ്ങൾക്ക് ഓതിത്തരുന്നു. അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്തുവാൻ വേണ്ടി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരോ അവനെ അവൻ അടിഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതിൽ എന്നെന്നും നിത്യവാസികളായ നിലയിൽ അള്ളാഹു അങ്ങനെയുള്ള അവന് ഉപജീവനം നന്നായി ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കുമ്പോൾ 8 മുതൽ 11 ആയത്ത് വരെയുള്ള ഭാഗത്ത് അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും കൽപ്പനകൾ ധിക്കരിച്ച ജനങ്ങൾ ഇഹത്തിൽ അനുഭവിച്ചതും പരത്തിൽ അനുഭവിക്കാതിരിക്കുന്നതുമായ ദുരന്ത ഫലങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സത്യവിശ്വാസികളാകുന്ന ബുദ്ധിമാന്മാരെ, അവരാണല്ലോ യഥാർത്ഥ ബുദ്ധിമാന്മാർ, അള്ളാഹു ഉപദേശിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് നേർമാർഗം വ്യക്തമായി വിവരിച്ചു തരുന്ന വേദഗ്രന്ഥവും ദൈവദൂതനും ഉണ്ട്. ദുർമാർഗത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് സന്മാർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അദ്ദേഹം നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ സത്യവിശ്വാസവും സൽക്കർമ്മവും കൈവിടാതിരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗീയ ജീവിതം ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അള്ളാഹു ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 8-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ ലഭിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും അള്ളാഹു ത്വലാഖിൻ്റെ വിവിധ രൂപങ്ങളും ത്വലാഖ് ചെല്ലേണ്ട അവസ്ഥകളും ഒക്കെ, ത്വലാഖ് ചൊല്ലിയാൽ ഇരിക്കേണ്ട കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹു പറയുന്നത് ഒരു ശിക്ഷയെക്കുറിച്ചാണ് എന്നുള്ളതാണ്. 8-ാം വചനത്തിൽ അവരെ കഠിനമായി വിചാരണ നടത്തിയെന്നും ശിക്ഷിച്ചുവെന്നും പറഞ്ഞത് പരലോകത്ത് വെച്ച് നിസ്സംശയം നടക്കുവാനിരിക്കുന്ന സംഭവങ്ങളെ ഭൂതകാലരൂപത്തിൽ എടുത്തു കാട്ടിയിരിക്കുകയാണ് എന്നതാണ് മുഫസ്സിറുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അതായത് പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എന്നാണ് തഫ്സീർ രചിക്കുന്ന ആളുകള്, തഫ്സീർ എഴുതിയിട്ടുള്ള ആളുകൾ, മുഫസ്സിറുകൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളതാണ്. അല്ലാഹു അലം. ഇനി അവസാനത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അല്ലാഹു അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്, സബ്അ സമാവാത്, 7 ആകാശങ്ങളെ, വമിനൽ അർദി, ഭൂമിയിൽ നിന്നും തന്നെ, മിസ്ലഹുന്ന, അതുപോലെ തന്നെ,
അവയുടെ അത്ര തന്നെ. യതനസ്സലു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അൽ അംർ കൽപ്പന ബൈനഹുന്ന അവക്കിടയിൽ. തഅലമു നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് അന്നല്ലാഹ അല്ലാഹു ആകുന്നുവെന്ന് അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാകുന്നു. അന്നല്ലാഹ അല്ലാഹു ഉണ്ട് ഖദ് അഹാത വലയം ചെയ്തിട്ടുണ്ട് ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇൽമ അറിവിനാൽ അറിവ് കൊണ്ട്. 7 ആകാശങ്ങളെ ഭൂമിയിൽ നിന്നും തന്നെ അവയെപ്പോലെ സൃഷ്ടിച്ചവനത്രേ അള്ളാഹു. അവക്കിടയിൽ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്നും അള്ളാഹു അറിവ് കൊണ്ട് എല്ലാ വസ്തുവേയും വലയം ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുവാൻ വേണ്ടിയത്രേ ഇതെല്ലാം അറിയിക്കുന്നത്. 12-ാമത്തെ ആയത്ത് ഇതാണ് പറയുന്നത്. 7 ആകാശങ്ങൾ സബഅ സമാവാത്ത് എന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി സൂറത്തുൽ മുഅ്മിനൂന്റെ വ്യാഖ്യാനത്തിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 17-ാം വചനം ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ചുരുക്കം ഇതാണ്. 7 ആകാശങ്ങൾ ഏതെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹുവിനറിയാം. ഇന്നേ വരെ ശാസ്ത്രജ്ഞന്മാർക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങൾ നിലവിലുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. ഒരിക്കൽ സ്വീകരിക്കപ്പെട്ട ശാസ്ത്രീയ സിദ്ധാന്തം മറ്റൊരിക്കൽ ശാസ്ത്രം തന്നെ തെറ്റാണെന്ന് തെളിയിക്കലും അപൂർവമല്ല എന്നുള്ളതാണ്. ഇന്ന് വരെ ഉപരിമണ്ഡലത്തിൽ ശാസ്ത്രദൃഷ്ടിക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അത്രയും ഒന്നാമത്തെ ആകാശ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. 6 ആകാശങ്ങളെക്കുറിച്ചും ശാസ്ത്രത്തിന് ഊഹിക്കുവാൻ പോലും കഴിയാതിരിക്കുകയാണെന്നും വരാം. ഏതായാലും ആകാശങ്ങളടക്കമുള്ള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു അവ 7 എണ്ണമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് മറ്റേതെങ്കിലും അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കുവാൻ ആർക്കും അർഹതയും അധികാരവുമില്ല എന്നുള്ളതാണ്. ഭൂമിയെക്കുറിച്ച് 7 ഭൂമികൾ എന്ന് ഖുർആനിൽ വ്യക്തമായി എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ ഭൂമിയും 7 ഉണ്ടെന്നാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകും. അമിനൽ അർദി മിത്ലഹുന്ന ഭൂമിയും അത് ആകാശങ്ങളെ പോലെ തന്നെ ഉണ്ട്. മിസ്ലഹുന്ന അതുപോലെ തന്നെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഭൂമിയും 7 എണ്ണം ഉണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ ഒന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയം നല്ലൊരു സമയമാക്കി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.